നമുക്കൊപ്പം കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇവർ വന്നിരിക്കുന്നത് PV അൻവറിന്റെ നാട്ടിൽ നിന്നാണ്, ഒതായിൽ നിന്നാണ്, നിലമ്പൂരിൽ നിന്നാണ്. ഒറ്റ ലക്ഷ്യത്തേ ഉള്ളൂ ഈ യാത്രയ്ക്ക്. എന്താണ് ആ ലക്ഷ്യം? രാഹുലിനെ വിജയിപ്പിക്കുക എന്നതാണ്. എല്ലാവരും രാഹുലിനെ വിജയിപ്പിക്കാൻ കൈപ്പമംഗലം പെരിന്തൽമണ്ണ എല്ലാവരും രാഹുലിനെ വിജയിപ്പിക്കുക. നിങ്ങൾക്ക് വോട്ടില്ല? ഞങ്ങളെ പിന്തുണ മനസ്സോടുള്ള പിന്തുണ, മനസ്സുകൊണ്ടുള്ള പിന്തുണയുണ്ട്. ഈ സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിപ്പോ നമ്മളെ പാർട്ടിക്ക് ഒരാൾ വന്നാലേ മലപ്പുറത്തെ കുറിച്ച് പണ്ട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. രാഷ്ട്രീയല്ലേ, ഒരു കുഴപ്പമില്ല. നല്ല ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഈ സന്ദീപ് വന്നത് ഒരു തിരിച്ചടിയാവൂ? ഒരു ടെൻഷനില്ല, ഒരു ഞങ്ങൾക്ക് മെച്ചുണ്ടാവുള്ളൂ. ഭൂരിപക്ഷം കൂടെ കൃഷ്ണകുമാർ ജയിച്ചിരിക്കും. അത്ര ഉറപ്പെന്താ? കോൺഗ്രസിലേക്ക് പോയത് കൊണ്ടാണ് പറയുന്നത്. സന്ദീപ് കോൺഗ്രസിൽ പോയത് ഗുണമാണോ? ഗുണം തന്നെയാണ്. എന്തുകൊണ്ട്? മൂത്താന്തറയില് ബൂത്തുകൾ ഞങ്ങൾ പരിശോധിക്കും, ഒരു വോട്ട് പോലും കിട്ടില്ല. അതായത് സന്ദീപ് പോയതിന്റെ പേരിൽ ഒരു വോട്ട് പോലും കോൺഗ്രസ്, ഒരു വോട്ടല്ല 25% വോട്ട് കോൺഗ്രസിന് കിട്ടില്ല. മൂത്താന്തറയിലാണ് പറയുന്നത് വോട്ട് മറിക്കുന്നുള്ളത്. പക്ഷെ മൂത്താന്തറയിലെ ഓരോ ബൂത്തുകളിലും 25% BJP എന്ന് പറഞ്ഞാൽ 25% വോട്ടുകൾ സന്ദീപ് വാര്യർ കോൺഗ്രസിന് കിട്ടില്ല. ഒട്ടും കിട്ടില്ല, ഗ്യാരണ്ടി ആണോ? സന്ദീപ് പോയത് ചേട്ടനൊരു വിഷമം ഇല്ലേ? ശരിക്കും സന്ദീപ് പോയതിൽ അല്ല, വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിന്റെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വിഷമെന്ന് പറയാനൊന്നുമില്ല. ആദ്യം പോകുന്നതിന് മുമ്പ് ഒരു വിഷമം ഉണ്ടായപ്പോ, പോയതിനു ശേഷം ഒരു വിഷമവുമില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോയത് ഒട്ടും ബാധിക്കില്ലെന്നാണോ? ബാധിക്കില്ല ആണ് 100%. ഓക്കെ, അപ്പം സന്ദീപ് വാര്യർ വന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? കോൺഗ്രസിൽ നല്ല അഭിപ്രായം. അപ്പൊ സന്ദീപ് വാര്യർ പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ അത് രാഷ്ട്രീയ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുതിരവട്ടത്ത് പോകണമെന്നൊക്കെ പറഞ്ഞാലും ആര് പറഞ്ഞു? ഈ സന്ദീപ് വാര്യർ ഞങ്ങളെ കൂടെ UDF വന്നില്ലേ? ആണോ? ഈ മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ അത് വെച്ച് അത്ര അനുസരിച്ചിട്ട് പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിനെ. അപ്പൊ അതൊക്കെ ഒരു ദിവസം കൊണ്ട് നിലപാടാണ്. അത്രേ ഉള്ളൂ. രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വന്ന് പാണക്കാട് പോയി എല്ലാ നിലയിലും വരുമ്പോ ഈ കട പൂട്ടി പുള്ളി പഴയ ഫാക്ടറി പോകുമോ? തിരിച്ച് പോകില്ല. ഉറപ്പാണ്? പോകില്ല എന്നാണ് ഉറപ്പ്. പോകില്ല എന്നാണ് ഉറപ്പ് അല്ലേ? കെ മുരളീധരൻ ഇന്നലെ പാടിയതുപോലെ